എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ക്ലാസ്സിലേക്ക് ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫംഗസ് എന്നുള്ള കിങ്ഡം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മൈക്രോ ഓർഗാനിസംസ് അടങ്ങുന്ന കിങ്ഡംസ് ആയ മൊണീറ, പ്രൊട്ടിസ്റ്റ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. അടുത്ത മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പ് തന്നെയാണ് കിങ്ഡം ഫംഗസ്. മൈക്രോ ഓർഗാനിസം ആണെങ്കിലും പലപ്പോഴും നമ്മൾ ഫംഗസിന്റെ പല രൂപങ്ങളും കണ്ടിട്ടുണ്ട്. കൂണ് പോലെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഫംഗസിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. സെൽ വാൾ, ഹാബിറ്റേറ്റ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഫ്രൂട്ടിംഗ് ബോഡി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ ഫംഗസിന്റെ 4 ഗ്രൂപ്പുകളെ കുറിച്ച് പരിചയപ്പെടാൻ പോകണം. ഫംഗസിനെ പ്രധാനമായിട്ടും 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലാദ്യത്തെ ഗ്രൂപ്പാണ് ഫൈക്കോമൈസീഡ്സ്. ഫംഗസിൽ തന്നെ പ്രിമിറ്റീവ് ഫംഗസ് ആയിട്ടാണ് ഇവരെ വിശ്വസിക്കുന്നത്. ഇവരുടെ മൈസീലിയം അഥവാ ഹൈഫ ക്രോസ് വോളുകൾ ഇല്ലാത്ത സീനോസൈറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് കാണുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സീനോസൈറ്റിക് എന്നുള്ള ഒരു ടേം ഉദ്ദേശിക്കുന്നത് എന്ന്. എന്താണ് സീനോസൈറ്റിക്? എ ഹൈഫേ വിച്ച് ഈസ് അസെപ്റ്റഡ് ഓർ വിതൗട്ട് ക്രോസ് വോൾസ് ആൻഡ് ഹാവിംഗ് മെനി ന്യൂക്ലിയൈ ഫ്ലോട്ടിംഗ് ഇൻ ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ ഒഴുകിക്കിടക്കുന്ന ധാരാളം ന്യൂക്ലിയസുകളുള്ള ഫിലമെന്റുകളെയാണ് നമ്മൾ സീനോസൈറ്റിക് കണ്ടീഷൻ, സീനോസൈറ്റിക് ഹൈഫേ എന്ന് വിളിക്കുന്നത്. ഇതൊരു പ്രിമിറ്റീവ് ക്യാരക്ടറാണ്. ഏകദേശം സ്ലൈം മോൾഡിന്റെ പോലത്തെ ഒരു ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. എന്തായാലും ഇങ്ങനെയുള്ള ഹൈഫേ കാണുന്നത് 4 ഗ്രൂപ്പ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ ഫൈക്കോമൈസീഡ് വിഭാഗത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹൈഫേ കാണുന്നത്. അപ്പൊ അതൊരു ഓർമ്മ വയ്ക്കാൻ പറ്റിയ പോയിന്റ് അല്ലേ? ഫൈക്കോമൈസീഡ്സിനെ ഓർമ്മിക്കണമെങ്കിൽ എന്ത് ഓർമ്മിച്ചാൽ മതി? അവരുടെ ഹൈഫേ സീനോസൈറ്റിക് ആണ്. ബാക്കി എല്ലാത്തിനും ഫിലമെന്റസ് ആയിട്ടുള്ള ക്രോസ് വോളുകളുള്ള ഹൈഫേ ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഫൈക്കോമൈസീഡ്സ് ആർ മോസ്റ്റ് പ്രിമിറ്റീവ് ഗ്രൂപ്സ് ഓഫ് ഫംഗൈ ഹാവിംഗ് സീനോസൈറ്റിക് ഹൈഫേ. Their asexual reproduction is with the help of zoospores, which are motile spores or non-motile eplanospores. Both of these spores are produced inside sporangia. Asexual reproduction നടക്കുന്നത് ചലിക്കാൻ കഴിയുന്ന സൂസ്പോറുകൾ വഴിയോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഫ്ലജല്ലയൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് ചലിക്കാൻ പറ്റും. അഥവാ നോൺ മോട്ടൈൽ ആയിട്ടുള്ള കാറ്റുവഴി പറന്നു പോകാൻ പറ്റുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള എപ്ലാനോസ്പോർസ് വഴിയോ അതുമല്ലെങ്കിൽ എപ്ലാനോസ്പോർസ് വഴിയോ ആയിരിക്കാം. ഫൈക്കോമൈസീഡ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ 2 തരത്തിലുള്ള സ്പോർസ് വഴിയാണ് നടക്കുന്നത്. സൂസ്പോർസ്, മൊട്ടൈൽ സ്പോർസ്, എപ്ലാനോസ്പോർസ്, നോൺ മൊട്ടൈൽ സ്പോർസ്. പക്ഷെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. എന്താണത്? ബോത്ത് ഓഫ് ദെം ആർ കവേർഡ് വിത്ത് സ്പൊറാഞ്ചിയ. അവർക്ക് ചുറ്റും സ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള സ്പോറുകൾ കാണപ്പെടുന്നത്. കണ്ടോ, സഞ്ചി പോലുള്ള ഒരു സ്പൊറാഞ്ചിയ. ഇത് പൊട്ടിയിട്ടാണ് പുറത്തേക്ക് പോവുക. ഇങ്ങനെ സ്പൊറാഞ്ചിയയുടെ ഉള്ളിലുണ്ടാവുന്ന സ്പോറുകളെ വിളിക്കുന്ന പേരാണ് സ്പൊറാഞ്ചിയോസ്പോർസ്. കേട്ടോ, അപ്പോൾ സൂസ്പോർസും എപ്ലാനോസ്പോർസും എന്തു തന്നെയാണ്? യഥാർത്ഥത്തിൽ സ്പൊറാഞ്ചിയോസ്പോർസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പോർസ് വഴിയാകാം അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നൗ അബൌട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഗ്യാമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇങ്ങനെയുണ്ടാവുന്ന ഗ്യാമീറ്റുകൾ, മെയിൽ ഗ്യാമീറ്റ് വേണം, ഫീമെയിൽ ഗ്യാമീറ്റ് വേണം, അല്ലെ? അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെയിനിന്റെയും നെഗറ്റീവ് സ്ട്രെയിനിന്റെയും ഗ്യാമീറ്റുകൾ വേണം. 2 ഗ്യാമീറ്റുകൾ വേണം. ടീച്ചർ ഇവിടെ വരച്ചിരിക്കുന്ന 2 ഗ്യാമീറ്റുകളെയും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഗ്യാമീറ്റുകൾ എങ്ങനെയുള്ള ഗ്യാമീറ്റുകളാണ്? N എന്നാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, അല്ലെ? ക്രോമസോമിന്റെ എത്ര സെറ്റ് ഉണ്ടായിരിക്കും അവർക്ക്? വെറും N മാത്രമേ ഉള്ളൂ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സെറ്റ് ക്രോമസോം ആണ് ഇവർക്ക് കാണുന്നത്. അതൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു തത്വമാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ഈ 2 വർഷവും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ബയോളജി നമ്മൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. Gametes are always haploid. Gametes എന്തായിരിക്കും?
ഹാപ്ലോയിഡ് ആയിരിക്കും. മെയിൽ ഗ്യാമേറ്റ്സും ഫീമെയിൽ ഗ്യാമേറ്റ്സും എല്ലാ ജീവജാലങ്ങളുടെയും മെയിലും ഫീമെയിലും ഗ്യാമേറ്റുകൾ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അവർക്ക് ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് അത് രണ്ടും കൂടി ചേർന്ന് സിക്താണ്ഡം അഥവാ സൈഗോട്ട് ആകുമ്പോഴാണ് അത് ഡിപ്ലോയിഡ് ആയിട്ട് അഥവാ രണ്ട് ക്രോമസോം സെറ്റുകളുള്ള ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സെല്ലായിട്ട് മാറുന്നത്. ഇത് ബേസിക് ആണ് കേട്ടോ, മനസ്സിലാക്കി വയ്ക്കില്ലേ? ഇത് എപ്പോഴും നമ്മുടെ കൺസെപ്റ്റിൽ എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു തത്വമാണ്. ഗ്യാമീറ്റ്സ് ആർ ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് N എന്നുള്ള ഒരു ലെറ്റർ ആണ്. ഒരു N മതി. ഡിപ്ലോയിഡ് ആണെങ്കിലാണ് നമ്മൾ 2N എന്ന് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഹാപ്ലോയിഡ് 1, ഡിപ്ലോയിഡ് 2. എന്താണ് 1ഉം 2ഉം എന്ന് പറയുന്നത്? ഒരു സെറ്റ് ക്രോമസോം ആണ് ഗ്യാമീറ്റിൽ കാണുന്നുള്ളൂ. സൈഗോട്ട് ആവുമ്പോഴേക്കും 2 സെറ്റ് ക്രോമസോമുകൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോ ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നു, മെയിലും ഫീമെയിലും ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നു. ഇത് രണ്ടും ചേർന്ന് സൈഗോട്ട് ഉണ്ടാവുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന സൈഗോട്ട് ഒരു വിത്തിന്റെ രൂപത്തിലാണ്, സ്പോറിന്റെ രൂപത്തിലാണ് ഫംഗസിൽ ഇരിക്കാറുള്ളത്. ഇങ്ങനെയുള്ള സ്പോറുകളെ എന്ത് വിളിക്കും? സൈഗോട്ട് സ്പോർ ആണ് അല്ലെ, അതുകൊണ്ട് അതിനെ സൈഗോ സ്പോർ എന്നാണ് വിളിക്കാറുള്ളത്. സൈഗോ സ്പോറിൽ നിന്ന് പിന്നെ വീണ്ടും സ്പൊറാഞ്ചിയൊക്കെ ഉണ്ടായിട്ടാണ് സ്പൊറാഞ്ചിയ ഉണ്ടായി, അതിൽ നിന്നുമൊക്കെയാണ് മറ്റ് അടുത്ത സ്റ്റേജിലേക്ക് സ്പോറുകളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് അത്രയ്ക്കൊന്നും അറിയാനില്ല. സെക്ഷൽ സ്പോറിന്റെ പേര് ഫൈക്കോമൈസിറ്റ്സിൽ സൈഗോസ്പോർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ള സൈഗോസ്പോർ ഉണ്ടാവുന്നത് 2 ഒരേപോലുള്ള ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 വ്യത്യസ്ത ഷേപ്പുകളിലുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കാം. 2 ഗ്യാമീറ്റുകൾക്കും ഒരേ ഷേപ്പ് ആണെങ്കിൽ, മോർഫോളജി പുറമേ കാണുമ്പോൾ രണ്ടും ഒരേപോലെയാണെങ്കിൽ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെയിൻസ് ആയിരിക്കും കേട്ടോ. പക്ഷെ പുറമേക്ക് മോർഫോളജിക്കലി ബോത്ത് ഓഫ് ദം ആർ സിമിലർ, രണ്ടും ഒരേപോലെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്യാമീറ്റിക് ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെയുള്ള ഗ്യാമീറ്റുകളെ ഐസോഗ്യാമീറ്റ് എന്നും ഇത്തരത്തിലുള്ള ഫ്യൂഷനെ ഗ്യാമീറ്റുകളുടെ ഫ്യൂഷനെ ഐസോഗ്യാമസ് എന്നുമാണ് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ഷേപ്പിലുള്ള ഗ്യാമീറ്റുകളെ എന്ത് വിളിക്കും നമ്മള്? അങ്ങനെയുള്ള വ്യത്യസ്ത ഷേപ്പിലുള്ള ഗ്യാമീറ്റുകളെ അനൈസോഗ്യാമീറ്റ്സ് എന്നും അത്തരത്തിലുള്ള അവരുടെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് അനൈസോഗ്യാമസ്. അപ്പോ ഫൈക്കോമൈസിറ്റ് എന്ന് പറയുന്ന ഫംഗസിന്റെ ആദ്യത്തെ ഈ ഗ്രൂപ്പിന്റെ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നുകിൽ ഐസോഗ്യാമസ് ആയിരിക്കാം, അല്ലെങ്കിൽ അനൈസോഗ്യാമസ് ആയിരിക്കാം. ഏതു തരത്തിലായാലും ഉണ്ടാകുന്ന സ്പോർ എന്താ പേരിലാണ് അറിയപ്പെടുന്നത്? സൈഗോസ്പോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഡിപ്ലോയിഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫൈക്കോമൈസിസിന്റെ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ബ്രെഡിൽ വരുന്ന പൂപ്പൽ ഉണ്ടല്ലോ, അത് പ്രധാനമായിട്ടും ഫൈക്കോമൈസീറ്റിലെ റൈസോപ്പസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. റൈസോപ്പസ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ബ്രെഡ് മോൾഡ്, അതിന്റെ കോമൺ നെയിം തന്നിട്ട് ഇത് ഏതാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ബ്രെഡ് മോൾഡ് ഈസ് സയന്റിഫിക്കലി റൈസോപ്പസ്, ഫംഗസ് റൈസോപ്പസ് വിച്ച് കംസ് അണ്ടർ ഫൈക്കോമൈസീറ്റ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ മറ്റൊന്നാണ് മ്യൂക്കർ എന്ന് പറയുന്ന ഒരു ഫംഗസ്. വേറൊന്നാണ് ആൽബുഗോ. ഇത് സാധാരണക്കാരനല്ല, ചീരയുടെയൊക്കെ ഇലയുടെ അടിയിൽ വെള്ള കളറിൽ പുള്ളി നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് താഴത്തെ ഇലകളിലൊക്കെ ധാരാളം ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ചീരയൊക്കെ വാങ്ങിക്കുമ്പോൾ കാണാം. ചീരയ്ക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇതേപോലെ തന്നെ കടുകിലും ഇത് ഒരു അസുഖം ഉണ്ടാക്കാറുണ്ട്. ഈ വെള്ള നിറത്തിലുള്ള ഈ പുള്ളികൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളപ്പുള്ളി ഉണ്ടാക്കുന്ന ഈ ഫംഗസിനെ വിളിക്കുന്ന പേരാണ് ആൽബുഗോ. ഇറ്റ് ഈസ് എ പാരസൈറ്റിക് ഫംഗസ്. കോസസ് white spot or white rust in mustard, amaranthus, etc. ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ പാരസൈറ്റിക് ആയിട്ട് കാണുന്ന ഒരു ഫംഗസ് ആണ് ആൽബുഗോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈക്കോമൈസിറ്റ്സിനെ കുറിച്ച് സിലബസിൽ തന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ഒരുപാട് എക്സാമ്പിൾസും ഇതിലുണ്ട്. ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള സിലബസിലുള്ള അത്രയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പുതിയ ടേമുകൾ ഇപ്പോൾ ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ ഇല്ലാത്ത എക്സ്ട്രാ ഉള്ള പോയിന്റുകളൊക്കെ
നിങ്ങൾ സ്വയമായിട്ട് കളക്ട് ചെയ്യുക. നീറ്റ് പരീക്ഷ അതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് തയ്യാറാവുന്നത്. കാരണം ഇതൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമുക്ക് സമയം അതിക്രമിച്ചു പോകും. ഇനി അത് കൂടുതലായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ടീച്ചറെ പേഴ്സണലായിട്ട് മെസ്സേജുകൾ അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എക്സ്പ്ലനേഷൻസ് തരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ഇത്ര മാത്രമേ ചോദിക്കുള്ളൂ. ഇതിനകത്തുനിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് കംസ് ആസ്കോമൈസീഡ്സ്. രണ്ടാമത്തെ ഫംഗസിന്റെ ഗ്രൂപ്പാണ് ആസ്കോമൈസീഡ്സ്. ദീസ് ആർ ഓൾസോ നോൺ ആസ് സാക് ഫംജൈ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ ഫംഗസ് വിച്ച് ഇസ് നോൺ ആസ് സാക് ഫംജൈ. ഏത് ഫംഗസ് ആണ് സാക് ഫംഗസ് എന്നറിയപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആസ്കോമൈസീഡ്സ് എന്നാണ് കേട്ടോ. നിങ്ങൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ് ആസ്കോമൈസീഡ്സിനെയും ബസിഡിയോമൈസീഡ്സിനെയും അല്ലെ. അതേപോലെ തന്നെയാണ് ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സിന്റെ ഹൈഫയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈഫയുടെ കാര്യം ഫൈക്കോമൈസീഡ്സിന് മാത്രമാണ് അസെപ്റ്റേറ്റ് സിനോസൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളത് അല്ലെ. ബാക്കി എല്ലാ ഹൈഫകളും എന്താണ്? ഫിലമെന്റസ് ആണ്. നാരു പോലെയാണ്. ക്രോസ് വോൾ, ഇടയിൽ ഭിത്തികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സെല്ലും ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷേ ഈ ഫംഗസുകളിൽ തന്നെ ഒരു ഫംഗസ് യൂണിസെല്ലുലാർ ഫംഗസ് ഉണ്ട്. ആ ഫംഗസിന്റെ പേരാണ് സക്കാറോമൈസിസ് എന്നറിയപ്പെടുന്ന ഈസ്റ്റ്. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, മാവൊക്കെ പുളിപ്പിക്കാൻ കിട്ടുന്ന ഈസ്റ്റ്, അതേ ഫംഗസ് തന്നെയാണ്. അത് സ്റ്റാർച്ചിന്റെ മുകളിൽ കോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ബോളുകൾ ഈസ്റ്റ് ബോളുകളായിട്ട് കിട്ടുന്നത്. അതിൽ നിന്ന് വളരുന്ന കൊച്ചു കൊച്ചു ഈസ്റ്റ് സെല്ലുകൾ നമ്മുടെ മാവിലൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം യൂണിസെല്ലുലാർ ആണ്. അതിന്റെ മൈക്രോസ്കോപ്പിൽ എങ്ങനെ കാണും എന്നുള്ളത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെ കാണും എന്നുള്ളത് ടീച്ചർ പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽബുഗോ, റൈസോപ്പസ് ഇവരുടെയൊക്കെ പിക്ചേഴ്സ്, ഇനി വരാൻ പോകുന്ന പെൻസിലിയത്തിന്റെ ഇത് കൊണീഡിയോസ്പോർസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ടീച്ചർ സെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയോസ്പോർസ് എന്ന് പഠിച്ചില്ലേ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ചൂല് പോലെയാണ് കാണുക. ഇതിന്റെയും ഒരു ഡയഗ്രാം ഒക്കെ ടീച്ചർ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബസിഡിയോമൈസീഡ്സിനെ കുറിച്ചും ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഡയഗ്രാം നോക്കിയിട്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് അവർ കാണുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്തായാലും യൂണിസെല്ലുലാർ ആസ്കോമൈസീറ്റ് ഏതാണ്, അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഫംഗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയല്ലോ. ഹൈഫേ ഈസ് സെപ്റ്റേറ്റ്. എക്സാമ്പിൾസ് പെൻസിലിയം, ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ക്ലാവിസെപ്സ് എന്ന് പറയുന്നത് പെൻസിലിയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെൻസിലിൻ എന്നുള്ള ആന്റിബയോട്ടിക് ഉണ്ടാക്കിയെടുക്കുന്ന ഫംഗസിന്റെ പേരാണ് പെൻസിലിയം. ആസ്പെർജില്ലസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ എന്താ പറയാ ചെരുപ്പ്, ലെതർ സാധനങ്ങളൊക്കെ പൂപ്പല് വരുന്നുണ്ട് അല്ലെ. മഴക്കാലത്തൊക്കെ അതിലൊരു ഈർപ്പം വന്നു കഴിഞ്ഞാൽ പൂപ്പല് വരും. അതൊക്കെ ആസ്പെർജില്ലസ് എന്ന് പറയുന്ന ഫംഗസ് ആണ്. ക്ലാവിസെപ്സ് എന്ന് പറയുന്നത് മരത്തിന്റെ മുകളിലൊക്കെ കറുത്ത കളറിൽ വിരല് പോലെ ഡെഡ് മാൻസ് ഫിംഗർ എന്നും കൂടെ അവരെ വിളിക്കാറുണ്ട് കേട്ടോ. മരിച്ച മനുഷ്യന്റെ വിരലുകൾ പോലെ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന വിരലുകൾ പോലെ കറുത്ത നിറത്തില് ഉണങ്ങിയ മരത്തിന്റെ മുകളിലൊക്കെ പൊന്തി നിൽക്കുന്ന ഫംഗസ് ആണ് ക്ലാവിസെപ്സ് എന്നുള്ളത്. അതേപോലെ മറ്റൊന്നാണ് ന്യൂറോസ്പോറ. ന്യൂറോസ്പോറ എന്ന് പറഞ്ഞത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. മറ്റു പല ജനറ്റിക് സ്റ്റഡീസിനൊക്കെ ബയോകെമിക്കൽ ആയിട്ടുള്ള അതേപോലെ ജനറ്റിക് സ്റ്റഡീസിന് ക്രോമസോമുകളെ കുറിച്ചും അതുപോലെ ജീനുകളെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് ഈ ന്യൂറോസ്പോറ എന്ന് പറയുന്ന ഫംഗസിനെ ധാരാളമായിട്ട് സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനറ്റിക് സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന ഫംഗസ് ഏതാണെന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞത്. ന്യൂറോസ്പോറയാണെന്ന് അറിയുക. ന്യൂറോസ്പോറ ആസ്കോമൈസീഡ് ഗ്രൂപ്പിലെ ഒരു എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള രണ്ട് മഷ്റൂംസ്, നമ്മളിവിടെ കുറച്ചുപേരൊക്കെ മഷ്റൂം കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ട്, കണ്ടിരുന്നു ടീച്ചർ ഫോട്ടോസ് ഒക്കെ ഇട്ടത്. എന്തായാലും അതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ള രണ്ട് ഫംഗസുകളാണ് മോറൽസ് ആൻഡ് ട്രഫിൾസ്. ഭക്ഷണ യോഗ്യമാണ് അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമാണ്, എഡിബിൾ ആയിട്ടുള്ള രണ്ട് ഫംഗസുകളാണ് മോറൽസും ട്രഫൽസും. ഇതും ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി ഇവരെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണീഡിയോസ്പോർസ് വഴിയാണ് കേട്ടോ. ആസ്കോമൈസീഡ്സ് റീപ്രൊഡ്യൂസ് എസെക്ഷലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൊണീഡിയോസ്പോർസ്. ദീസ് ആർ ദി കൊണീഡിയോസ്പോർസ് ഓഫ് പെൻസിലിയം. ഞാൻ വരച്ചിരിക്കുന്നത് പെൻസിലിയം ആണ്. പെൻസിലിയത്തിന്റെ കൊണീഡിയോസ്പോർസ് ഉണ്ടാവുന്നത് കണ്ടോ? ഫംഗസിന്റെ അറ്റത്ത് വന്ന് ഫിലമെന്റിന്റെ അറ്റം വന്ന് സ്പ്ലിറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ നിറയെ സ്പോറുകൾ അന്തരീക്ഷത്തിലേക്ക് എയറിലേക്ക് ഇങ്ങനെ
പുറത്തേക്ക് നിരനിരായിട്ടുണ്ടാവുന്നു, കുറെ എണ്ണം വിട്ടുപോകുന്നു, അവസാനം എത്തുന്നൊക്കെ മെച്ചുറായിട്ട് അവിടെ നിന്ന് കാറ്റത്ത് പറന്നു പോയിട്ട് അടുത്ത പെൻസിലിയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്പോറുകളെയാണ് കൊണീഡിയോ സ്പോർസ് എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാവുന്നത് കൊണീഡിയോ 4 എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കഷ്ണം തണ്ട് കണ്ടില്ലേ, ആ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന തണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കൊണീഡിയോ 4, PHORE, കൊണീഡിയോ 4. എന്തായാലും ഇത്തരത്തിലുള്ള കൊണീഡിയോ 4ന്റെ മുകളിൽ ഉണ്ടാവുന്ന കൊണീഡിയ എന്ന് പറയുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള എസെക്ഷൽ സ്പോർസ് വഴിയാണ് ആസ്കോമൈസിറ്റ്സിന്റെ പ്രധാനമായിട്ടുള്ള എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദെയർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമായി കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. എന്നാൽ ഒരു ഇവല്യൂഷനിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഓർഗാനിസം ആണെങ്കിൽ അതിന് ഉറപ്പായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. എന്തായാലും ആസ്കോമൈസിറ്റ്സിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ല, ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അവർക്കുണ്ടാവുന്ന സ്പോറുകളെ വിളിക്കുന്ന പേരാണ് ആസ്കോസ്പോർസ്. സെക്ഷൽ സ്പോർസ് ഓഫ് ആസ്കോമൈസിറ്റ്സ് ആർ നോൺ ആസ് ആസ്കോസ്പോർസ്. മനസ്സിലായല്ലോ? ആസ്കോസ്പോർസ് ആർ സെക്ഷൽ സ്പോർസ് ഓഫ് ആസ്കോമൈസിറ്റ്സ്. കേട്ടില്ലേ? ഈ ആസ്കോസ്പോർസ് എവിടെയാണ് ഉണ്ടായി നിൽക്കുന്നത്? ഓരോരോ അറകളുടെ ഉള്ളിൽ അല്ലെ. എങ്ങനെ കുറെ അറകൾ ടീച്ചർ വരച്ചിട്ടുണ്ട് അല്ലെ. കുറെ അറ വരച്ചിട്ടുണ്ട്, കുറെ എണ്ണം കാലിയായിട്ട് വരച്ചിരിക്കുന്നത്, വരയ്ക്കാൻ സമയമില്ലാത്ത കാരണമാണ്. എന്തായാലും കുറെ അറകളുണ്ട്. ഇതിലെല്ലാം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. 8 എണ്ണാണ് ഉണ്ടാവുക കേട്ടോ. ഓരോ റാക്കിലും 8 സ്പോറുകളാണ് ഉണ്ടാവുക. ഓരോ റാക്കിലും. ഒരു റാക്കിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു സാക്ക്, ഒരു കവറിനെ വിളിക്കുന്ന പേരാണ് ആസ്കസ്, സിംഗുലർ. അതിന്റെ പ്ലൂറിലാണ് ആസൈ. അപ്പോ ധാരാളം ആസൈകൾ ചേർന്നിട്ട് ഒരു കപ്പ് പോലെയോ അല്ലെങ്കിൽ പല പല ഷേപ്പുകളിൽ അവരുടെ സ്ട്രക്ചർ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ സെക്ഷൽ സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എന്താ പറയാ ഫ്രൂട്ടിംഗ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ? സെക്ഷൽ സ്പോർസ് ഉണ്ടാവുന്ന പ്രത്യേകമായിട്ടുള്ള സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി അല്ലെ. അപ്പോ ആസ്കോമൈസിറ്റ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡീനെ എന്ത് പേരിലാണ് വിളിക്കാറുള്ളത്? ആസ്കോകാർപ്പ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് അല്ലെ. അപ്പോ ആസ്കോമൈസിറ്റ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡീനെ വിളിക്കുന്ന പേരാണ് ആസ്കോകാർപ്പ്. ആസ്കോകാർപ്പിൽ നിറയെ ആസ്കസുകളുണ്ട്. ഒരെണ്ണത്തിന് ആസ്കസ് എന്നും പ്ലൂറലാണെങ്കിൽ ആസൈ എന്നുമാണ് വിളിക്കാറുള്ളത്. ഒരു ആസ്കസിന്റെ ഉള്ളിൽ 8 ആസ്കോസ്പോറുകൾ ഉണ്ടായാലും എത്ര എണ്ണം ഉണ്ടെന്നൊന്നും ചോദിക്കില്ല. എന്തായാലും ആസ്കസിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആസ്കോസ്പോർസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതാണ് ആസ്കോമൈസിറ്റ്സിന്റെ ചരിത്രം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഓർമ്മിക്കാനുള്ളത് കേട്ടോ. അടുത്തതാണ് ബസിഡിയോമൈസിറ്റ്സ്. ബസിഡിയോമൈസിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ബ്രാക്കറ്റ് ഫംഗസ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇവരെ. കൂണ്, മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗസ് ഇതെല്ലാം വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ. ബസിഡിയോമൈസിറ്റ്സ് നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റും കാണുന്ന പല കളറിലും പല ഷേപ്പിലുമൊക്കെയുള്ള കൂണുകൾ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നത് ബസിഡിയോമൈസിറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ് ഇത് കേട്ടോ. അപ്പോ ഇതിന്റെ ഹൈഫയും സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫ തന്നെയാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് കോണീഡിയയും ഇല്ല, പ്ലാനോസ്പോർസും സൂസ്പോർസും ഒന്നുമില്ല. ദേ ഹാവ് നോ അസെക്ഷൽ സ്പോർസ്. അതുകൊണ്ട് അത് പഠിക്കുകയും വേണ്ട അല്ലെ, അല്ലെങ്കിൽ ആ പേരുകളൊക്കെ വീണ്ടും പഠിക്കേണ്ടി വന്നില്ലേ. എന്തായാലും ഇവിടെ ഇവർക്ക് ഈ ബസിഡിയോമൈസിറ്റ്സിന് ഒരു തരത്തിലുള്ള അസെക്ഷൽ സ്പോർസും കാണുന്നില്ല. പക്ഷെ സെക്ഷൽ സ്പോർസ് ഉണ്ട് കേട്ടോ. എന്നാൽ സെക്സ് ഓർഗൻസ് ഇല്ല. സെക്ഷൽ സ്പോർസ് ഉണ്ടെങ്കിലും ഇവർക്ക് സെക്സ് ഓർഗൻസ് ഒന്നുമില്ല. 2 വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിലമെന്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഡൈകാരിയോ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മിയോസിസ് കാരിയോഗമി കഴിഞ്ഞ് മിയോസിസ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ സെക്ഷൽ സ്പോർസ് ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേജുകൾ? സെക്ഷൽ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 2 സൊമാറ്റിക് സെല്ലുകൾ ഫ്യൂസ് ചെയ്യുന്നു. സൊമാറ്റിക് സെൽസ് ഫ്യൂസ് റിസൾട്ടിംഗ് ഇൻ എന്താണ്? സൊമാറ്റിക് സെൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് നടക്കും? പ്ലാസ്മോഗമി നടക്കും, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, ദെൻ കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്, ആഫ്റ്റർ ദാറ്റ് മിയോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെ. ബസിഡിയോമൈസിറ്റ്സിന്റെ സ്പോർസിന്റെ പേരെന്താണ്? ബസിഡിയോസ്പോർസ്. ഇത് ഉണ്ടാവുന്നത് എവിടെയാണ്? ഫ്രൂട്ടിംഗ് ബോഡിയുടെ മുകളിലാണ്. ബസിഡിയോമൈസിറ്റ്സിന്റെ ഫ്രൂട്ടിംഗ് ബോഡിനെ എന്ത് പേരിലാണ് വിളിക്കാറുള്ളത്? ബസിഡിയോകാർപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒരു ബസിഡിയോകാർപ്പ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലെ. ഇതേപോലെ തന്നെയുള്ള കുറെ പല ഷേപ്പുകളിലുള്ള ബസിഡിയോകാർപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അതിന്റെ അടിവശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തായിട്ട് നിറയെ ബസിഡിയോസ്പോർസ് ഉണ്ടാവും കേട്ടോ. ബസിഡിയോസ്പോർസ് ഉണ്ടാവുന്നത് ബസീഡിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക സെല്ലിന്റെ മുകളിലാണ്. ഈ സെല്ലുണ്ടല്ലോ, ആ സെല്ലിന്റെ മുകളിലാണ് ഇതാണ് ബസിഡിയോസ്പോർസ്. ഇത്തരത്തിലുള്ള 4 സ്പോറുകൾ ടീച്ചർ വരച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാമാണ്
ബസിഡിയോ സ്പോർസ്. ഇത് എവിടെ ഉണ്ടാവാന്നറിയോ? ഈ ഗിൽസ് ഉണ്ടല്ലോ, ഇതിന്റെ അടിയിലുണ്ടാവുന്ന അറകളായിട്ട് നിറയെ കാണാൻ പറ്റും. ആ അറകളുടെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള സ്പോർസ് ഉണ്ടാവുന്നത്. ഇത് കാറ്റത്തോ അല്ലെങ്കിൽ തട്ടിയിട്ടൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊടികളായിട്ട് ഈ സ്പോർസ് താഴെ വീണ് പിന്നെ പുതിയ ഫംഗസുകളുടെ മൈസീലിയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും റീപ്രൊഡക്ഷനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇടയില് ഈ ബസിഡിയോമൈസീസിന് മാത്രമായിട്ട് ഒരു പ്രത്യേക സ്റ്റേജ് കാണുന്നുണ്ട്. അവരുടെ ഹൈഫയില് ചില സമയത്തൊക്കെ അവരുടെ ഹൈഫെ നമ്മൾ മൈക്രോസ്കോപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് അങ്ങനെയുള്ള കുറെ സെല്ലുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാ വന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? ഈ സ്റ്റേജിനെ എന്ത് വിളിക്കും എന്നും നിങ്ങൾക്ക് അറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ, എന്താണ് ആ സ്റ്റേജിന്റെ പേര്? എ സെൽ ഹാവിംഗ് 2 ന്യൂക്ലിയൈ ഈസ് കോൾഡ് ഡൈകാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ ഡൈകാരിയോൺ. എ ഹൈഫെ ഓർ എ ഫേസ് ഓഫ് ഫംഗസ് ഇൻ വിച്ച് ഈച്ച് സെൽ ഈസ് ഹാവിംഗ് 2 ന്യൂക്ലിയൈ. 2 ന്യൂക്ലിയസ് ഉള്ള എല്ലാ സെല്ലുകൾക്കും 2 ന്യൂക്ലിയസ് ഉള്ള ഫംഗസിന്റെ ലൈഫ് സൈക്കിൾ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോഫേസ്. അപ്പൊ ബസിഡിയോമൈസിസിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് ഈ ഡൈകാരിയോഫേസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൈകാരിയോഫേസ് ഉള്ള ഫംഗസ് ഏതാണ്? ബസിഡിയോമൈസിസ്. എന്താണ് ഡൈകാരിയോഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? പ്ലാസ്മോഗമി നടക്കുകയും കാരിയോഗമി വൈകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള അവസ്ഥയാണ് ഡൈകാരിയോ അല്ലെങ്കിൽ ഡൈകാരിയോഫേസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിനുള്ള എക്സാമ്പിൾസ്, ബസിഡിയോമൈസിസിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. അഗാരിക്കസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സാധാരണ കൂണിനെ വിളിക്കുന്ന പേരെന്താണ്? അഗാരിക്കസ്. പലതരത്തിലുള്ള കൂണുകളുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഡിസീസുകൾ ഉണ്ടാക്കുന്ന ചില കൂണുകളുണ്ട്. എഡിബിൾ ആയിട്ടുള്ള കൂണുകൾ മാത്രമല്ല, ഭക്ഷണയോഗ്യമായതും ഭക്ഷിക്കാൻ പറ്റാത്ത വിഷമുള്ള കൂണുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ചില ബസിഡിയോമൈസിസ് ഡിസീസ് കോസിംഗ് ആണ്, അസുഖമുണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ളതിന് എക്സാമ്പിൾ ആണ് അസ്റ്റിലാഗോ. സ്മട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന വീറ്റിന് അല്ലെങ്കിൽ ചോളത്തിനൊക്കെ സ്മട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന അസ്റ്റിലാഗോ. അതേപോലെ ഗോതമ്പില് റസ്റ്റ്, തുരുമ്പ് പിടിച്ച പോലെ ഉള്ള ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന പക്സീനിയ, PUCCINIA കേട്ടോ, പക്സീനിയ. ഇതൊക്കെ ബസിഡിയോമൈസിസിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ ലാസ്റ്റത്തെ ഫംഗസിന്റെ ഗ്രൂപ്പാണ് ഡ്യൂട്ടറോമൈസിറ്റ്സ്. ദീസ് ആർ ഇവല്യൂഷനിൽ ഏറ്റവും പിന്നിൽ കിടക്കുന്നവരാണ്. ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. മനസ്സിലായോ? ദർ ഇസ് നോ സെക്ഷൽ സ്റ്റേജ് ഇൻ ദീസ് ഡ്യൂട്രോമൈസിറ്റ് ഗ്രൂപ്പ്. ഡ്യൂട്രോമൈസിറ്റ്സിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംജൈ. പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇംപെർഫെക്റ്റ്. Which fungus is known as imperfect fungi and why എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. They have no sexual reproduction. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും കൊണീഡിയോസ്പോർസ് വഴിയാണ് നടക്കുന്നത്. മൈസീലിയം സെപ്റ്റേറ്റ് മൈസീലിയം ആയിരിക്കും. എക്സാമ്പിൾസ് ആൾട്ടർനേറിയ, കൊള്ളിറ്റോട്രിക്കം, ട്രൈക്കോഡെർമ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ്. മിക്കവാറും മറ്റു ഫംഗസുകളെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്, ട്രൈക്കോഡെർമ. അതേപോലെ തന്നെ കൊള്ളിറ്റോട്രിക്കം, ആൾട്ടർനേറിയ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചെടികൾക്ക് പുള്ളി ആയിട്ടുള്ള അസുഖങ്ങൾ, ഇലയിലൊക്കെ പുള്ളികളൊക്കെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഡിസീസുകൾ ഉണ്ടാക്കുന്നവരാണ് കേട്ടോ. അപ്പൊ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നത് ഇതേപോലെ തന്നെയുള്ള ഒരു ഡ്യൂട്രോമൈസീറ്റ് ആണ്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾസ്. ഒന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ഡ്യൂട്ടറോമൈസീറ്റ്സ്, കൊള്ളിറ്റോട്രിക്കം അല്ല, ഡ്യൂട്ടറോമൈസീറ്റ്സിന് എക്സാമ്പിൾ ആൾട്ടർനേറിയ, കൊള്ളിറ്റോട്രിക്കം, ട്രൈക്കോഡെർമ. ഇത്രയും കാര്യങ്ങള്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. തിങ്കളാഴ്ച നിങ്ങൾക്ക് ബോട്ടണിയുടെ പരീക്ഷയുണ്ട്. ഈ പോർഷൻ അടക്കമാണ് പരീക്ഷയ്ക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.